ഹലോ ഗൈസ്, രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം മുറ്റത്തൊരനക്കം. ഇതെന്നെ സംഭവം എന്നറിയാൻ വേണ്ടി നമ്മൾ വേഗം ഇറങ്ങി നോക്കി കേട്ടോ. അപ്പോൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കി നമ്മളൊന്ന് ഞെട്ടി. ഒരു മരത്തവളയെ ഒരു വലിയ തേളിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആദ്യം ഓർത്ത് ആ പാറക്കിടയിൽ ഒതുങ്ങിയതാണ് കേട്ടോ. പക്ഷേ പാറക്കിടയൊന്നും ആൾ പെട്ടുപോയതല്ല. അവനെ ഉറുമ്പും ഈ പറയുന്ന തേലും കൂടി ഭയങ്കര അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഒരു കാലിടയ്ക്ക് ഉടക്കിപ്പോയെന്ന രീതിയിൽ നമ്മൾ ആ കല്ലൊക്കെ പൊക്കി അതിനെ വലിച്ചെടുക്കാൻ നോക്കി. പക്ഷേ തേട് കുത്തി അവൻ്റെ കാല് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ അവനെ തട്ടി നമ്മൾ താഴെ ഇടാൻ നോക്കി. തുളസിയുടെ കമ്പിലാണ് തൂങ്ങിക്കിടന്നത്. സാധാരണ മീൻകുളത്തിൻ്റെ അടുത്ത് അങ്ങനെ വന്ന് അവർ ഇരിക്കാറുള്ളത് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചത് അവൻ്റെ കാല് ശരിക്കും ചതഞ്ഞൊരവസ്ഥയിലാണ്. തേള് കുത്തി തീരുമാനമാക്കിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് അപ്പുറത്ത് നിന്നൊരു കമ്പി കഷ്ണം എടുത്ത് കല്ലും മറിച്ചു തന്നു. അമ്പടാ അതേ ഒരു ആനത്തേള്. അവനിങ്ങനെ മടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ വല്ല കൊത്തും കിട്ടിയ സന്തോഷമാവും. പിന്നെ ആ തവളക്കുഞ്ഞിനെ അവിടെ ഇടണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പതിയെ അതിനെ തൂക്കിയെടുത്ത് കേട്ടോ. ഇനിയും അതവിടെ കിടന്നു കഴിഞ്ഞാൽ അതിന് ഉറുമ്പ് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അപ്പം അതിനെ മമ്മട്ടി കോരി അവിടെ കൊണ്ടുവച്ചെടുത്ത് വീണ്ടും ഉറുമ്പ് വന്നപ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി സങ്കടം തോന്നി. പിന്നെ ഞാൻ അതിനടുത്തൊരു പഴയ ബക്കറ്റിട്ട് നമ്മുടെ ആ കുറ്റിക്കുരുമുളകൊക്കെ വെച്ചേക്കണതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടേക്കാൻ കരുതി അവനെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. ആ പച്ചപ്പിനിടയ്ക്ക് അവനവിടെ ഇരുന്നോട്ടേനെ, കാലി ശരിയായി രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പോട്ടെ. ഇതിനെങ്ങനെ രക്ഷിച്ചെടുക്കണം നമുക്കറിയത്തില്ല. നമ്മളിതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് നമുക്ക് കുറച്ച് സ്ഥലം പോകാനുള്ള കാര്യം ഓർത്തത്. പിന്നീട് ആ സ്ഥലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ചപ്പോഴാണ് നന്ദുമുണ്ട് തമ്പുരുമുണ്ട്. ഇന്ന് ഇനി ഇവരുടെ കൂടെ ഞാൻ കൂടിയേക്കാൻ കരുതി. പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു തമ്പുരു നന്ദു ഭയങ്കര ഹാപ്പിയിലാട്ടോ. അച്ചുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഞായറാഴ്ച വീട്ടിൽ ഇരിക്കുന്ന ദിവസം നല്ല രസമാണ്. കുറേ വർത്തമാനവും ചായകുടിയും ഫുഡടിയും ഒക്കെ ആയിട്ട് അങ്ങനെ കാര്യങ്ങൾ പോകും. ഇതെല്ലാം പറഞ്ഞ് അവർ പയ്യെ നടക്കാൻ ഇറങ്ങി കേട്ടോ. പിള്ളേരെ മുന്നിൽ നടന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അന്ന് നമ്മൾ കണ്ടതുപോലെ തന്നെ പുതിയൊരു വെള്ളച്ചാട്ടം കാണാൻ കേട്ടോ. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് ഇവരെ പറ്റിക്കുന്നതാണ്. വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിൽ കാണാൻ ഇച്ചിരി ഭംഗിയുണ്ട്. ഈ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് ആഴമില്ലാത്ത സ്ഥലങ്ങളും അത്യാവശ്യം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകുന്ന സേഫ്. കാരണം വീണാലും അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം നമ്മുടെ കാലേ പറ്റിയാലും ഒന്നും അപകടം ഉണ്ടാവരുതല്ലോ. നടന്നിറങ്ങി പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം ഇങ്ങനെ ഫോട്ടോ എടുത്താട്ടോ പോകുന്നത്. ഓരോ വഴിയും ഫോട്ടോ എടുത്ത് പോകാൻ നമ്മൾ സാധാരണ ഇതിലെ വണ്ടിക്ക് പറന്നടിച്ചാൽ പോകാറ്. ഇനിയിപ്പോൾ നമുക്ക് ആ വഴി പാറക്കുഴി കാണണമെങ്കിൽ വേറൊരു വീടിൻ്റെ മുറ്റത്ത് കൂടി പോകണം. അതിലേക്കുള്ള വഴിയാട്ടോ നമ്മൾ പയ്യെ നടക്കുന്നത്. നേരെ വഴിയിൽ ഇറങ്ങിയിട്ട് അതിൽ വേറൊരു വഴിയുണ്ട്. പക്ഷേ അതിൽ ഇച്ചിരി ചുറ്റു കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്ത് കൂടി അങ്ങ് പോകാമെന്ന് കരുതി. അപ്പം മുന്നേ പോയി. അപ്പോൾ ഈ പരിചയമുള്ള വീട്ടുകാരാട്ടോ. അവിടെ ഒരു പട്ടിയുണ്ട്. അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടം തുടങ്ങും. പിന്നെ അവൻ്റെ വല്ല കടി കിട്ടിയാലോ എന്നുള്ള പേടി കൊണ്ടാണെന്ന് പറഞ്ഞു പിള്ളേർ പുറകെ നിർത്തി. ഞങ്ങൾ പതിയെ പുറകെ നടന്നു. അച്ചുവാണ് പിള്ളേരെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. പട്ടിയുടെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ മുന്നോട്ട് പതിയെ നടന്നു. ഇനി ചെന്ന് ഇറങ്ങാൻ പോകുന്ന സ്ഥലം ഈ നമ്മളിപ്പോൾ കണ്ട വീട്ടുകാരുടെ സ്ഥലം കേട്ടോ. ആ സ്ഥലത്ത് കൂടി വേണം കിടന്ന് ഈ പാറക്കുഴിയിലേക്ക് എത്താനായിട്ട്. വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷേ അങ്ങനെ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കണം അതിലേ ഇങ്ങനെ പോകാൻ നമുക്കൊരു പേടി തോന്നും. കാരണം മുഴുവൻ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് നമ്മളങ്ങ് കൂടെ പോയപ്പോഴത്തേക്കും നമുക്ക് ഒരു പുതിയ 2 കൂട്ടുകാരെ കൂടെ കിട്ടി. അവർ രണ്ടുപേരും ആ വീട്ടിലെ അവിടുത്തെ ഒരു ആൻറ്റി 2 പിള്ളേരെ കേട്ടോ. അവർ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് അമ്മ വീട്ടിൽ വന്നേക്കുന്നത്. ഈ ടൈമിലാണ് നമ്മൾ എന്നാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളും പോന്നേക്കാന്ന് പറഞ്ഞ് അവർ കൂടെ കൂടി. മരിയ എന്നാട്ടോ പെൺകുട്ടിയുടെ പേര്. അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വെക്കേഷൻ്റെ ആ ടൈമൊക്കെ ആയതുകൊണ്ട് അവരിവിടെ അമ്മ വീട്ടിൽ വന്ന് നിന്നത്. നമ്മൾ ആ വഴി പ്രോപ്പർ അറിയത്തില്ലാത്തതുകൊണ്ട് ആ പിള്ളേരെ ഫോളോ ചെയ്തു. അവർക്കാണെങ്കിൽ ഇടയ്ക്കിടെ കയ്യിലൊക്കെ പോയി നല്ല ശീലമുണ്ടല്ലോ. ഇങ്ങനെ അമ്മ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാഴ്ചകൾ കണ്ട് നടക്കാൻ എല്ലാ പിള്ളേർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ പോണ പുറകെ നമ്മളും വെച്ച് പിടിച്ചു. നേരത്തെയൊക്കെ ഞങ്ങൾ ഇതിലെ വരുമ്പോൾ നിറയെ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ് കേട്ടോ. കണ്ട ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ഭയങ്കര പേടി തോന്നും. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് തെളിഞ്ഞ കിടക്കുന്നത്. വെള്ളമൊക്കെ നല്ല ഭംഗിയിൽ ഒഴുകുന്നുണ്ട്. വെള്ളം കണ്ടതും തമ്പുരുവും നന്ദുവും ഈ മഴക്കാറ് കണ്ട മയിലിനെ പോലെയാണ്. തുള്ളാൻ തുടങ്ങും. ഒരു രക്ഷയില്ല കേട്ടോ. ചുറ്റും റബ്ബറും നിൽക്കുന്ന സ്ഥലമാണ്. വലിയ കൊതുകിൻ്റെ ശല്യമൊന്നും നമുക്കവിടെ തോന്നിയില്ല കേട്ടോ. നല്ല ഭംഗിയാണ് വെള്ളം കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ആ വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു. തെറ്റിലുള്ള പാറയാണ്. പക്ഷേ എന്നാലും ഈ പാറയുടെ സൈഡിലൊക്കെ പിടിച്ചിറങ്ങാൻ പാകത്തിനുള്ള സ്പേസും ഉണ്ട്. കുറേ നാൾ മുന്നെയൊക്കെ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഇഞ്ചയും കാടും ഒക്കെ കയറി കിടന്നാണ്. ഇപ്പോൾ ഇങ്ങനെയോ വെട്ടിത്തെളിച്ച് നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. മഴയായി കഴിഞ്ഞാൽ കുത്തി ഒലിച്ചു വരുന്ന ഈ വെള്ളത്തിന് ഒരു പ്രത്യേക അഴകുണ്ട്. സാധാരണഗതിക്ക് ഈ സമയമാകുമ്പോൾ തവളകളും ബാക്കി പറഞ്ഞ പോലെ ചെറിയ ചെറിയ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളൊക്കെ മുട്ടയിടാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വരാറുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങി പോകുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. മേലിൽ നിന്ന് ചുറ്റും ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തിയെടുത്തു. ഈ താഴത്തേക്ക് ഒരു കല്ല് കെട്ടുണ്ടില്ലേ, ആ വഴിയായിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നേരെ നമുക്ക് മേലിൽ കൂടെ വന്നിറങ്ങാൻ പറ്റും.
വെള്ളം കണ്ടതേ പിള്ളേർ ഇറങ്ങണമെന്ന് ബഹളം തുടങ്ങി. അപ്പം അവരെ കയ്യെ പിടിച്ച് പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. മേളിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളമാണ്, നല്ല തണുപ്പാണ് കേട്ടോ, കാണുന്ന പോലെയല്ല, നല്ല തണുപ്പുണ്ട്. പനി പിടിക്കാതിരിക്കാണ്ട് നോക്കണമെന്നൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് ദേ നമ്മുടെ അമലകുട്ടൻ അങ്ങോട്ട് വന്നത്. അമലകുട്ടൻ്റെ ഒരു ചൂണ്ടയുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് മീനുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും അവൻ ദേ ഹാപ്പി ആയിട്ട് ഒരു ചൂണ്ടയായിട്ട് വന്ന് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അവൻ്റെ ചൂണ്ടയൊക്കെ കണ്ടപ്പോഴേ അപ്പം എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ആ മീനൊക്കെ ഉണ്ടോ അതിൻ്റെ അകത്ത്, മീൻ കിട്ടുമോ എന്നൊക്കെ. സാധാരണ ഗതിക്ക് ഇതിൻ്റെ അകത്ത് പരലും സാധനമൊക്കെ തോട്ടിൽ നിന്ന് കയറി വരാറുണ്ട് കേട്ടോ. കാരണം ഈ വെള്ളം ഒഴുകി ചെന്ന് കണക്ട് ചെയ്യുന്ന നമ്മുടെ ആ താഴെയുള്ളൊരു തോടുമായിട്ടാണ്. നീ അവിടെ എന്തെടുക്കുവാടാ എന്ന രീതിയിൽ വേഗം മരിയയും കൂടെ ചെന്ന് കേട്ടോ. ഇവരുള്ളത് നമുക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അവർ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് പിള്ളേരെയും പിടിച്ചുകൊണ്ട് അപ്പം അവിടെ നിന്ന് കേട്ടോ. അവനവിടെ മീനിനെ പിടിക്കാനുള്ള ഇടയ്ക്ക് എന്തോ സംഭവം കയ്യെ കുടുങ്ങി, ആ ചൂണ്ടയൊന്ന് കൂട്ടി അവനത് കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഈ സമയം കൊണ്ട് നന്ദുവിനെ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലായി. അപ്പം ഇനിയും കൊച്ചുങ്ങളെ മേലിൽ നിർത്താൻ പറ്റത്തില്ല. ഇവർ എങ്ങനെയും വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര ബഹളമായി. അങ്ങനെ അവരെ ഓരോരുത്തരെ കയ്യെ പിടിച്ച് പയ്യെ ഇറക്കുക കേട്ടോ. ഇതുപോലുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ സേഫ്റ്റി ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ വലിയ ആഴമുള്ള കുഴികളില്ല, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒഴിവാക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ആഴമുള്ള സ്ഥലത്തൊക്കെ പിള്ളേരെ കൊണ്ട് പോകാൻ ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇവരുടെ കാല് നനയും, മാക്സിമം പോയി കഴിഞ്ഞാൽ ഇവരുടെ മുട്ടോളം വെള്ളം കാണത്തുള്ളൂ കേട്ടോ. അവിടെ ചെറിയൊരു സ്പേസ് മാത്രമാണ് ഇച്ചിരി കുഴി പോലെയുള്ളൂ. ഇതെല്ലാം പറഞ്ഞിട്ടൊക്കെ ചേച്ചിയും അച്ഛനും തകൃതമായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. വീഡിയോ എടുപ്പ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് പിള്ളേർ ഇറങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നനയരുത് കേട്ടോ, കാലൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും, തെറ്റിലുണ്ട്, സൂക്ഷിച്ച് പോകണം കേട്ടോ എന്ന് ചേച്ചി ഒപ്പം വിളിച്ച് പറയുന്നുണ്ട്. മരിയയുടെ കയ്യിൽ നന്ദുവിനെ കൊടുത്തിട്ട് അപ്പം അതേ തമ്പുരുവിനെ എടുക്കാനായിട്ട് വന്നവരവാട്ടോ ഇത്. തമ്പുരുവാണെങ്കിൽ എന്നെ ഒന്ന് എടുക്കപ്പേ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടുത്ത വഴി ഒരൊറ്റ ഏറിയാൻ കൊടുക്കട്ടെ എന്ന് വേണ്ട. അപ്പോൾ വെള്ളത്തിലേക്ക് നാട്ടവും കൂടി ചെയ്യും. ആ സമയം കൊണ്ട് ഇതേ അമൽ ഉരുണ്ട് വീഴാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വേഗം അവനെ അവിടെ നിൽക്കാൻ അങ്ങനെ നിൽക്ക്, വീഴല്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അച്ഛനും സഹിച്ചില്ല. പിള്ളേരെ വീണ പണിയാണല്ലോ എന്ന് പറഞ്ഞ് അവളും വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. നല്ല ഭംഗിയാണ് താഴെ നിന്ന് വെള്ളം കാണാനായിട്ട്. പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ വീഡിയോ എടുക്കാൻ വേണമല്ലോ. പിന്നീട് ആ പിള്ളേർ അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കളി തുടങ്ങി. അത് കാണാൻ നല്ല ഭംഗിയാണ്. വെള്ളം ഒഴുകി ഇങ്ങനെ ഇരച്ച് കുത്തി വരുന്നുണ്ട്. ആ വെള്ളം കറക്റ്റ് വന്ന് വീഴുന്ന സ്ഥലത്ത് ചെറിയൊരു കുഴി പോലെയുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഞാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അരയോളം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ലൊരു സുഖമാണ്, വലിയ ആഴമൊന്നുമില്ല, എന്നാലും നമുക്ക് സേഫായിട്ട് നിൽക്കാനൊക്കെ പറ്റും. പിള്ളേരെ നമ്മൾ ആ കുഴിയുടെ അടുത്തേക്കൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. അത്യാവശ്യം വെള്ളം കാലൊക്കെ നനയ്ക്കുന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ്. നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇവർക്ക് ജലദോഷം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. സ്കൂളിൽ പോകുന്ന പിള്ളേരല്ലേ, ഇടയ്ക്ക് അവധി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ എന്നും പറഞ്ഞ് കൊണ്ടുവന്ന കേട്ടോ. ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടം പലപ്പോഴും ആരും ഇങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ ഒഴുകി വെള്ളം ഏതെയോ ഓട വഴിയൊക്കെ ഏതെങ്കിലും ഒരു തോട്ടിലെത്തിച്ചേരും. പിന്നീട് അത് എങ്ങനെയൊക്കെയോ ഒഴുകി ഏതെങ്കിലും വഴിക്കൊക്കെ പോകും. പക്ഷേ നമ്മൾ അതിനെയൊക്കെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെയാണ് നമ്മൾ ഇവിടെയും വന്നിറങ്ങിയത്. വെള്ളത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അമലും മരിയയും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. അമൽ പിന്നെ വെള്ളം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി. അവൻ പയ്യെ പാറയിലൊന്ന് ചാരാനുള്ള പരിപാടിയാണ്. അപ്പോൾ പറയുന്നുണ്ട്, മേലൊക്കെ നനയ്ക്കണ്ട കേട്ടോ, തലയൊന്നും നനയ്ക്കണ്ട കേട്ടോ, പനി പിടിക്കുമെന്നൊക്കെ. അവനത് വിഷയമുള്ള കാര്യമല്ലാതും പറഞ്ഞിട്ട് അവൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കയറ്റിക്കൊണ്ടുണ്ട് നന്ദുവും തമ്മിലും കൈ പിടിപ്പിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി മേലിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, വെള്ളത്തിൽ ഇറക്കല്ലേ, അടുത്ത ദിവസം ക്ലാസ് ഉണ്ട്, പനിയുണ്ട്, പിടിച്ചു കഴിഞ്ഞാൽ പണിയാകും കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ഇറങ്ങിയല്ലേ, കാലൊന്നും നനയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തമ്പുരിക്ക് വെള്ളത്തിലേക്ക് കാലിടുന്ന കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. നിന്ന് സമയം പോകുന്നതേ അറിയുന്നില്ലായിരുന്നു. കാരണം വെള്ളത്തിനൊപ്പം ആ ഒരു ക്ലൈമറ്റും അവിടുത്തെ ആ ശാന്തതയൊക്കെ ഭയങ്കര ഒരു സമാധാനം തരുന്ന സിറ്റുവേഷനാണ് കേട്ടോ. മേലിൽ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് അവരെ എല്ലാവരും ഹാപ്പി ആക്കി നിൽക്കുക. നമ്മൾ മേലിൽ തന്നെ നിന്നു. ഇനി ഈ വെള്ളം ഒഴുകി പോകുന്ന വഴി ഒന്ന് ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. നമ്മുടെ ഫിലോമിനാസ് സ്കൂളിൻ്റെ പുറകെ കൂടെ ഒഴുകുന്ന ഈ വെള്ളം നേരെ ചെന്ന് ചാടുന്നത് അവിടെ ഒരു വലിയ തോടുണ്ട്, ആ തോട്ടിലേക്കാണ്. അങ്ങനെ ഈ വെള്ളം ഒഴുകി പോകുമ്പം ആ വഴി നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോകുമ്പോഴും ഈ വെള്ളം ഒഴുകി വരുന്ന വഴിയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഈ പൊക്കം ഭാഗത്ത് ഇതുപോലെ പാറയും ഇതുപോലെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്നൊക്കെ ആൾക്കാർക്ക് അറിയുമോ എന്നത് വലിയ ഡൗട്ടുള്ള കാര്യം കേട്ടോ. കാരണം അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളങ്ങളൊക്കെ ഒഴുകി പോകുന്നതും അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതൊക്കെ ഒഴുകി വരുന്ന സ്ഥലം വളരെ ഭംഗിയുള്ള സ്ഥലമായിരിക്കും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് പതിയെ കയറി. പിള്ളേരെയും കൊണ്ട് കയറിയപ്പോഴും അമലും വരികയും ചെയ്യും വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. പിള്ളേർ നോക്കിയിരിക്കുവാണ്, അവരെ കളിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അധികം ആ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ പനി പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് അപ്പയാണ് അവരെ വലിച്ച് കയറ്റിയത് കേട്ടോ. എല്ലാം ഒന്ന് കുഴഞ്ഞ് മരിയെല്ലാം കുടഞ്ഞതൊക്കെ കയറി. അമലിപ്പോഴും വെള്ളത്തിൽ തന്നെ കാലിട്ടുകൊണ്ടിരിക്കുകയാണ്. അവനെ ഇറങ്ങി നിന്ന സ്ഥലം നിങ്ങൾ കണ്ടോ, അത്രയും ആഴം കേട്ടോ അവനുള്ളൂ. ആ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ അരഭാഗം വരെ അവിടെ വെള്ളത്തിന് ആഴമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അപകടങ്ങളൊന്നുമില്ല. പിള്ളേരെ കൊണ്ടൊക്കെ പോയാൽ അത്യാവശ്യം നന്നായിട്ട് കണ്ടുപറക്കി പോരാൻ പറ്റും. ഇനി അവിടെ നമ്മൾ പയ്യെ കയറി പോകുന്നത് കേട്ടോ. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ പോക്കാണ്.
ആ പിള്ളേരെ കയറി വാ, ഇനി നിൽക്കണ്ടെന്നും വേണ്ട അപ്പയോടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. ചുറ്റുമുള്ള റബ്ബറൊക്കെ ഒന്ന് നോക്കി കേട്ടോ. നേരത്തെ ഇത് ഭയങ്കര കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പോയത്. അന്ന് ഞാനും ചേച്ചിയൊക്കെ നല്ല കുഞ്ഞായിട്ടോ, തമ്പുരു ഉണ്ടായിട്ടില്ല. അച്ചു ഈ സമയത്ത് പാവാട തേ കാണിക്കുന്നുണ്ട്. എൻ്റെ പാവാട മുഴുവൻ നനഞ്ഞു, നീ വീട്ടിൽ വഴക്കൊക്കെ കേൾക്കുമെന്ന്. പിള്ളേർ അതൊന്നും മൈൻഡാക്കുന്നില്ല. അവർ രണ്ടും ഒരുമിച്ച് കൂടി ഭയങ്കര രസമല്ലേ. അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് ഓടിപ്പോയി കേട്ടോ. അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളെയും കാര്യങ്ങളൊക്കെ നോക്കി. കാപ്പിയായും പ്ലാവായും എന്തൊക്കെയോ മരങ്ങൾ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. ചുറ്റും കുറേ റബ്ബറും നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വനത്തിൻ്റെ ഒരു ഫീലിങ്സൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും പക്ഷേ അവിടെ ആൾതാമസവും കാര്യങ്ങളൊക്കെ വന്നു പോകുന്നതുകൊണ്ട് ആ വഴി ഇച്ചിരി മേനൊക്കെ കിടക്കുന്നത് ഇപ്പം. അങ്ങനെ പോയ വഴിക്ക് നമ്മളൊരു പ്ലാവ് കണ്ടേ. ആ പ്ലാവ് ഒടിയാൻ പോകുന്ന നിറയെ ചക്ക കിടപ്പുണ്ട്. ആർക്കും വേണ്ടാത്തതുകൊണ്ടാണ് കുറേ ചാടി കിടപ്പുണ്ട്. അതിനപ്പുറത്ത് മാറിയിട്ട് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കുറച്ച് പന്നിക്കുട്ടന്മാർ കിടപ്പുണ്ട് കേട്ടോ. അതാ സ്ഥലത്തിൻ്റെ ഓണർ വളർത്തുന്ന പന്നിക്കുട്ടന്മാരാണ്. ഒരു 3 പേരുണ്ടാവന്മാർ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പതിയെ നടന്നു കേട്ടോ. ഇതൊരു വലിയ കുടംപുളിയാണ് മരമാണ്. അവരുടെ നമ്മൾ നടന്നു പോയ വീട്ടുകാരെയാണെന്ന് തോന്നുന്നു. എന്തായാലും വഴിയൊക്കെ കണ്ട് നമ്മൾ നേരെ നടന്നു കയറി പോയത് കേട്ടോ. തിരിച്ചു പോരിച്ച് വലിയ പാടാണ്. കാരണം ഈ പിള്ളേർ പറയുന്ന പോലെ നിൽക്കത്തില്ല. അവർ ഓട്ടമായിരിക്കും. ഇവിടെ ഒരു പട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവനാണ് ആയിരിക്കുന്നത്. ആ പട്ടിക്കുട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ തുള്ളിക്കളി തുടങ്ങും. അതുകൊണ്ട് പിള്ളേരെ കണ്ടപ്പോഴത്തേക്കും അവിടെ പിടിച്ചിരുത്തിയ രീതിയിൽ ആ ചേട്ടൻ അവനെ അനുസരിപ്പിച്ചിരുത്തേക്കാണ്. വന്നു കഴിഞ്ഞാൽ അവന്മാർ പിള്ളേരെ വല്ലതും ചെയ്യുമായിരിക്കും. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ അവിടെ കയറിപ്പോരാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ സ്ഥലം ഇച്ചിരി പൊക്കമുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ താഴത്തുനിന്ന് കയറി പോകുമ്പോൾ ഫോട്ടോയ്ക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. സാധാരണ ആയിരിക്കും നമ്മൾ ഈ വഴിയൊക്കെ വണ്ടിക്കാണ് പോകാറ്. കയറ്റം കയറി പോന്നു കഴിഞ്ഞാൽ മേലിൽ വരുമ്പോൾ തന്നെ അവശതയാകും. അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റമുണ്ട്. പോകുന്ന വഴിക്ക് ഇതേ പിള്ളേർ അവിടെ കളിക്കുന്നതാണ് കേട്ടോ. ഇത് അപ്പുറത്തെ ഭാഗത്തെ വീടുകളിലെ പിള്ളേരാണ്. അവരവിടെ ഫുട്ബോൾ കളിയും പരിപാടിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അവിടെ പശു ഉണ്ട് കേട്ടോ. അവിടെ ഒരു പശുവിനെയും ഈ പറഞ്ഞ കാക്കയൊക്കെ കണ്ടു. പശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പശുവെ എന്ന് വിളിക്കില്ലെന്ന് നന്ദുവിന് ചേച്ചി ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് കൗ കൗ എന്ന് വിളിക്കണം എന്ന് തന്നെയാണ് നന്ദുവിന് പറഞ്ഞു കൊടുത്തത്. കൗ കൗ എന്ന് വിളിച്ചിട്ട് പശുവൊന്നും കേട്ടില്ല എന്ന് നന്ദു തിരിച്ച് കയറി പോകണം. പോകുന്ന വഴിക്ക് എവിടെ നിന്ന് കിട്ടിയ 2 ചെടിയുടെ തയ്യോ അവൾ പറിച്ചെടുത്ത് കേട്ടോ. പിന്നീട് അവർ നടന്ന് നേരെ വീട്ടിലേക്ക് കയറി പോരുവാണ്. ഇനിയുള്ള സാഹസികമായ ഈ കയറ്റമാണ്. കയറ്റം കയറി പോകുന്ന വലിയ പാടാട്ടോ. കാരണം ഈ പറയുന്ന പോലെ കയറ്റം കയറി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ടി ആൾ മരിക്കും. പോകുന്ന വഴിക്ക് നിറയെ റംബുട്ടാനുള്ള മരം കണ്ടു കേട്ടോ. നമ്മളതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതുവഴി ഇങ്ങനെ തോന്നുന്നു. എല്ലാം പിഞ്ചാണ്, ഒന്നും വലിയതായിട്ടൊന്നുമില്ല. പിള്ളേരിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കയറിപ്പോയി. തമ്പുരു എന്തോ വഴക്കിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തോ ഫോട്ടോ എടുക്കാൻ അവരെ വിളിച്ചിട്ട് കിന്നില്ലെന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞ്. പോകുന്ന വഴിക്കൊരു പ്ലാവ് കണ്ടു. അതിലൊരു പ്ലാവിൽ ചക്കയും കണ്ടു. പിന്നെ ഹാപ്പി ആയിട്ട് ആ ചക്കയെ പോയി 2 പേരും തൊട്ടു. പിന്നീട് അപ്പുറത്ത് മാറി ഒരു വലിയ കിണർ കണ്ടു കേട്ടോ. ഏത് വേനൽക്കാലത്തും വെള്ളം പറ്റാത്തൊരു കിണറാട്ടോ ഇത്. എല്ലാ തവണയും പണ്ടൊക്കെ അമ്മയൊക്കെ വന്ന് കോരിക്കൊണ്ടിരുന്ന കിണറാണ്. ഇഷ്ടംപോലെ വെള്ളം എപ്പോഴും ഉണ്ടാകും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കയറി പോരുവാണ്. വീട്ടിലെത്തിയതും തമ്പുരു ഔഷധമായി. നടന്നതിൻ്റെ ക്ഷീണം മുഴുവൻ കുഞ്ഞിൻ്റെ മുഖത്തുണ്ട് കേട്ടോ. തമ്പുരുയോട് അന്നേരം പറഞ്ഞാണ് ഇതൊന്നും വേണ്ടെന്ന്. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ മീൻകുളത്തിൽ ഒരു വലിയ തവള വന്ന് കിടപ്പുണ്ട്. ഇവനൊരു 3 തവണ നമ്മൾ ഇറക്കി വിട്ട, എന്നിട്ട് അവൻ തിരിച്ചു വന്നു. അപ്പോൾ അവനെ കൈയോടെ പൊക്കി കേട്ടോ. ഇനിയിപ്പോൾ ഇവനെ നമ്മൾ വിടേണ്ട, കുറച്ച് നാൾ നമ്മുടെ കൂടെ നിർത്തിയേക്കാന്ന് കരുതി. എന്താണ് നമ്മളുമായിട്ട് ഇണങ്ങിയെന്ന് തോന്നുന്ന ആൾ 3 ദിവസമായിട്ടൊന്നും ഇതുപോലെ നമ്മളെടുത്ത് പുറത്ത് വിടുന്നു. ആൾ രാത്രി വന്ന് വെളുത്ത് ചാടുന്നു. എൻ്റെ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇനി ഇവൻ പിടിച്ച് തട്ടിയാലോ എന്നോർത്തുകൊണ്ട് നമ്മൾ അവനെ പിടിച്ച് പതിയെ ഒന്ന് മാറ്റിയിട്ടേക്കാന്ന് കരുതി. തവള സാറെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി കേട്ടോ. എല്ലാവരെയും കണ്ടതിൻ്റെ എന്നാൽ ഭീകരത അവൻ്റെ മുഖത്തുണ്ട്. മേലിറങ്ങി അക്കോറയും കാലിയാണ്. അതിൻ്റെ അകത്തേക്ക് അവനെ ഇട്ടേക്കാൻ പറഞ്ഞു. അവനെ വെള്ളത്തിലേക്ക് ഇട്ടു. ഈ കുറച്ചാണെങ്കിൽ അവൻ അവിടെ കിടക്കട്ടെ എന്നത് നമ്മളും കരുതി. ഇനിയാണ് പരിപാടി. തവള ഇറങ്ങിയത് കൊണ്ട് തന്നെ മീൻകുളം അപ്പടി അലങ്കോലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് നിറയെ കരികിലയും കമ്പും ഒക്കെ ചാടിയിട്ടുണ്ട്. കഴിഞ്ഞ മഴയത്ത് ഇഷ്ടംപോലെ കരികിലയും കാറ്റും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാം വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. ഇനി എല്ലാവരും കൂടി അങ്ങ് ചെയ്യാമെന്ന് കരുതി. ഞായറാഴ്ചയാണ് ഈ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ അകത്ത് പോയി അരിപ്പയും പാത്രങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഒന്നും നമുക്ക് ക്ഷതമേൽപ്പിക്കാതെ തിരിച്ചെടുക്കണം. ധൃതി പിടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വല്ലതും പറ്റുന്ന പേടി കാരണം നമ്മൾ പോയി പാകത്തിനുള്ള അരിപ്പയൊക്കെ കൊണ്ടുവന്ന് പതിയെ സാവകാശം എടുത്തേ. ഞാൻ ഈ സ്ലോയിലെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് അപ്പയ്ക്ക് ഈ പറഞ്ഞ പോലെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പയ്ക്ക് ഇച്ചിരി ധൃതി കൂടുതലാണ് എല്ലാ കാര്യത്തിനും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ വയ്യങ്ങ് ഏറ്റുപോയി. നീ എന്നു ചെയ്തോ എന്നും പറഞ്ഞത്. പിന്നെ നമ്മൾ നേരെ വന്ന് ഞാനും തമ്പുരുമായി പരിപാടി ഏറ്റെടുത്തു. കിട്ടിയ കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും പതിയെ നമ്മൾ കോരിയെടുത്ത് കേട്ടോ. കാരണം ഇവർക്കൊന്നും ഒരു ക്ഷതവും പറ്റരുത്. വളരെ ദുർബലരായ മീനുകളാണല്ലോ നീ. വളരെ ഭംഗിയുള്ളതും എന്നാൽ ദുർബലവുമാണിവ. അതുകൊണ്ട് തന്നെ ഇവരെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം. ഞാൻ ഓരോന്ന് പറയുമ്പോൾ തമ്പുരുണ്ട് ഞാൻ പിടിക്കാൻ ഇട്ടാന്ന് പറഞ്ഞിട്ട് അവൾ ബഹളം വെക്കുന്നുണ്ട്. വേണ്ടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി എടുത്തേക്ക് കേട്ടോ. കുഞ്ഞിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താണ് കുരങ്ങൻ്റെ കൈ പൂമാല കിട്ടിയതുപോലെ ഇരിക്കും. ചിലപ്പോൾ ഒറ്റ പീച്ച് കൊടുത്ത് എല്ലാവരും തീരുമാനമാകും. ആ ഒരു അവസ്ഥയായതുകൊണ്ട് നമ്മൾ അവരെ സേഫായിട്ട് മാറ്റി ബക്കറ്റിലേക്ക് മാറ്റി കേട്ടോ.
ഇനി ആ ചെരുവത്ത് ഇട്ട സീനാന്ന് അറിയുന്നുണ്ടാട്ടോ നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റിയത്. ഇതിൻ്റെ അകത്തുള്ള വലിയ മീനുകളെ പ്രത്യേകത ഇവന്മാർ പതിയെ ചാടും. നമ്മൾ പിടിക്കുന്ന ഒപ്പം തന്നെ ഇവന്മാർ പുറത്തേക്ക് ചാടും. നിലത്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വല്ലതൊക്കെ പറ്റും. അതുകൊണ്ട് പോയി നമ്മൾ ബക്കറ്റ് ഇടുന്ന ബക്കറ്റിലേക്ക് മാറ്റി കേട്ടോ. എല്ലാത്തിനെയും അത്ര സേഫായിട്ടാണ് മാറ്റുന്നത്. കാരണം കുഞ്ഞു പൊടിക്കുഞ്ഞുങ്ങളുണ്ട്, തലേദിവസം ഉണ്ടായ കുഞ്ഞുങ്ങൾ വരെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. സാധാരണഗതിക്ക് നമുക്ക് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്ന കേട്ടോ. ഒരു തവണ ഇതുപോലെ നന്നായി ഉണ്ടായി വന്നാൽ പക്ഷേ ഫംഗസ് കയറി മുഴുവൻ പോയി. തമ്പുരു ഇതിനെ വല്ലാതെ നോക്കുന്നതിൻ്റെ എനിക്ക് എന്തോ പോലെ തോന്നിയത്. ഞാൻ മാറി നിൽക്കുക വെച്ചാൽ ഇനി അതിൻ്റെ വെള്ളമൊക്കെ തവള കിടന്നതല്ലേ, വല്ല പനിയും പിടിച്ച് കഴിഞ്ഞാൽ പണിയാണല്ലോ എന്ന് പറഞ്ഞ് അവളെ മാറ്റി വിട്ടു. തവളയും നോക്കി തിരിച്ചു നമ്മുടെ മറ്റേ കുളത്തിലൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മുടെ ഗോൾഡ് ഫിഷ് നമ്മളെ കണ്ട് പൊങ്ങി വന്നായിരുന്നു. ഈ സമയത്ത് തമ്പുരു കണ്ടു പറഞ്ഞിട്ടാ ഞാൻ വെള്ളം ഇത് പിടിക്കാം, ഈ വെള്ളം നമുക്ക് സേഫായിട്ട് മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പീച്ച് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് അത് അപകടം ചെയ്യും. കുറേ വെള്ളം മാറ്റി പിന്നെ പുതിയ വെള്ളം ചേർക്കുമ്പോൾ പഴയ വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ. മീൻ വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല മുളക്കോറുണ്ടാവും എന്നറിയാവുന്നതുകൊണ്ട് നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ ചുവട്ടിൽ തന്നെ നമ്മളത് കൊണ്ടുപോയി ഒഴിച്ചു. മാറി മാറി കൊണ്ടുപോയി ഒഴിച്ച് വെള്ളം അവിടെ നിറയുന്ന സമയം കൊണ്ട് തമ്പുരു പാത്രം ഇളക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ ഓടി നടന്ന് പണി ചെയ്യുമ്പോഴും തമ്പുരു അവിടെ പാത്രങ്ങൾ ഇളക്കുമ്പോഴും ചേച്ചി എന്ത് ചെയ്യുകയാണ്, വീഡിയോ എടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ നേരെ പോയി നമ്മുടെ ജപ്പാൻ വെള്ളത്തിൻ്റെ കണക്ഷൻ പൈപ്പ് എടുത്തോളാണ് സാധനമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് കരുതി. കാരണം നിറയെ അകത്ത് പായൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് സേഫായിട്ട് വെച്ചില്ലെങ്കിൽ ഇനിയും ഇല്ലാത്ത തവള കയറും, അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ നല്ല മെനക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞു, ഫുള്ളൊന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് കരുതി. മീൻ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിൽ ഇതുപോലെ നമ്മൾ മീനുകളും ഫൈറ്ററും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇടക്കാലം കൊണ്ട് ഇതിനൊക്കെ ശ്രദ്ധ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരുമോ, അല്ലെങ്കിൽ സമയത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാരണം ശ്രദ്ധയില്ലാതെ വരികയൊക്കെ ചെയ്തത് അതെല്ലാം ചത്ത് ഇറക്കി പോയി കേട്ടോ. പിന്നീട് ആ ഒരു സമയത്തിന് ശേഷമാണ് പിന്നെയും നമ്മൾ ഇതിനെയൊക്കെ വളർത്താൻ എഴുതിയത്. എന്തായാലും ക്ലീൻ ചെയ്തു. അതിൻ്റെ അകത്ത് തന്നെ ഒരു ലക്കി ബാമ്പുവിൻ്റെ ഒരു സെറ്റങ്ങ് ഇറക്കി വെച്ചു. പിന്നീട് കിട്ടിയ കുറേ മിറ്റിലും നമ്മൾ അതിനകത്ത് വാരിയിട്ട് കേട്ടോ. മിറ്റിലൊക്കെ ഇടുമ്പോഴത്തേക്ക് മീൻ കുളത്തിൽ കിടക്കുന്ന ഫീലിംഗ് ഉണ്ടായാലോ എന്ന് കരുതി കേട്ടോ. എന്തായാലും നമ്മൾ ആദ്യം നല്ല വെള്ളം കുറച്ച് കൊണ്ട് ഒഴിച്ചു. ഈ നല്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞുള്ള ഗുണം അതിന് ആനുപാതികമായിട്ട് നമുക്ക് പഴയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നല്ല വെള്ളം നമ്മൾ പുതിയത് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മീനൊക്കെ കാണാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞാൽ നമുക്കിവിടെ പൈപ്പ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ക്ലോറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. നമ്മൾ 2 ദിവസമായിട്ട് പിടിച്ച് പുറത്ത് വെച്ചിരുന്ന വെള്ളമായിട്ട് ക്ലോറിനൊക്കെ പോകാനായിട്ട്. എങ്കിലും മുഴുവൻ പുതിയ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ദോഷം ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പാതി വെള്ളം നല്ലത് ഒഴിച്ചോളും. പിന്നീട് അതിൻ്റെ അകത്ത് കിടന്ന പഴയ വെള്ളം തന്നെ ഒഴിച്ചു. ഇനി മീനുകളെ പതിയെ പതിയെ നമ്മൾ മാറ്റുക കേട്ടോ. തമ്പുരി അവിടെ വന്നിട്ട് ധൃതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇട്ടാന്നൊക്കെ പറയുന്നുണ്ട്. എടുത്തിട്ട് ഒറ്റ കമത്തത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ക്ഷതം സംഭവിക്കും. അത് വേണ്ട, നമുക്ക് പതിയെ സമയത്തായാലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പതിയെ അതിൻ്റെ അകത്ത് കോരി എടുത്ത് കേട്ടോ. ഓരോ സെറ്റ് മീനും അതിൻ്റെ അകത്ത് ഇരുന്നത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇതുപോലെ മീൻ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ജീവിതകാലങ്ങൾ എന്ത് രസമല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം. തമ്പുരു ഉണ്ടായിക്കഴിഞ്ഞ് ഞങ്ങൾ ഒരിക്കൽ മീനൊക്കെ വളർത്താൻ നോക്കിയിരുന്നു. പക്ഷേ അതൊന്നും അത്ര സെറ്റായില്ല. അക്കോരെ നമ്മൾ പുറത്തെടുത്ത് വെച്ചത് തന്നെ ഇവളെങ്ങനെ പിടിച്ച് വലിച്ച് താഴെയിട്ട് പൊട്ടിച്ചാലോ ഇനി അവൾക്കല്ല അപകടം വന്നാലോ എന്ന് കരുതി കേട്ടോ. വീടിൻ്റെ അകത്ത് സേഫായിട്ടിരുന്ന സാധനമാണ്. പിന്നീട് അകത്ത് അനാഥപ്രദത്തേക്ക് കൂട്ട് നമ്മളെടുത്ത് പുറത്ത് വെച്ചു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതും ഒന്ന് സെറ്റാക്കി ഇടണം. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ മീൻകുളത്തിൽ നമ്മൾ വലയും വെച്ച് ചുറ്റും ചെടിയൊക്കെ വെച്ച് ഭംഗിയാക്കി കേട്ടോ. ഇനി തവളയോ സാധനമൊന്നും വീഴരുത്. ഉള്ള മീനുകൾ അതിനകത്ത് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അവർ ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് നേരത്തെ കിട്ടിയൊരു അമ്പലത്തേക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. മീനുകളും കുഞ്ഞുങ്ങളും എല്ലാവരും അതിൻ്റെ അകത്ത് ഓടി നടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ലക്കി ബാമ്പും അതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. എന്തായാലും അവർ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ തീർത്ത് ഇനി അകത്ത് കയറി പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ നമ്മൾ. എന്തായാലും ഇന്നത്തെ ദിവസം അതിമനോഹരമായി നമ്മൾ ഓടി തീർത്തിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടു. ഒരു ഞായറാഴ്ച കൂടുതൽ ഭംഗിയാക്കി. ആ ഭംഗിയിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്